ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം പങ്കെടുക്കേണ്ടത് വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷമായി. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും ഒരു അത്താണിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുകയും പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും പ്രവർത്തകരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കാളിയാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ KPCC പ്രസിഡന്റായി ചാർജെടുത്ത ശേഷം ആദ്യമായി ഞാൻ വന്നത് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിലെ സന്ദർശിക്കാനാണ്. അപ്പം അന്ന് അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു. രമേശ്, നീ ഫണ്ട് പിരിവ് നടത്തുമ്പോൾ ആ കുടുംബങ്ങളെ ഒന്ന് സഹായിക്കണം എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് 57 മുതൽ ഇങ്ങോട്ട് മരിച്ച എല്ലാ കുടുംബങ്ങളുടെയും വീടുകളിൽ ഞാൻ പോയി. അന്ന് ഞാൻ ഫണ്ട് പിരിവ് നടത്തുന്ന ഒരു യാത്ര ചൈതന്യ യാത്ര നടത്തിയപ്പോൾ അതിലൂടെ കിട്ടിയ നോട്ടുമാലകൾ മുഴുവൻ സമാഹരിച്ച് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അന്ന് KPCC എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ സുധാകരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് അന്ന് സ്റ്റേഡിയം കോർണറിൽ വെച്ച് കിട്ടിയ നോട്ടുമാലകളും പിരിച്ച ഫണ്ടിന്റെ നല്ലൊരു അംശവും ചേർത്ത് 57 മുതൽ ഇതുവരെ രക്തസാക്ഷിത്വം വഹിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ അന്ന് ശ്രീ AK ആന്റണി വന്ന് അന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മൾ ആ വീട്ടിലെ ആളുകൾക്ക്, ആ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. ആ ഒരു ഐഡിയ എനിക്ക് തന്ന ഉമ്മൻചാണ്ടിയാണ്. ഞാൻ സുധാകരനും കൂടി ചർച്ച ചെയ്ത് ഞങ്ങൾ ആ ലിസ്റ്റ് മുഴുവൻ ഉണ്ടാക്കി. പലരോടും കൺസൾട്ട് ചെയ്തു. ചില ആളുകളുടെ കുടുംബങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, പലരൊക്കെ പല സ്ഥലങ്ങളിലായിരുന്നു. അവരെല്ലാം കണ്ടുപിടിച്ച് അന്ന് അതിനുവേണ്ടി എടുത്ത ഒരു ശ്രമം ഞാനിവിടെ ഓർക്കുകയാണ്. കാരണം പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ MLA, MP ഒക്കെ കാണാൻ വലിയ പാടാണ്, MLA കാണാൻ പ്രയാസമായിരുന്നു. MLA, MP മാരുടെ പ്രവർത്തനത്തിൽ സമൂലമായ മാറ്റം വന്നത് 70കളിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, കൊട്ര ഗോപാലകൃഷ്ണൻ, N രാമകൃഷ്ണൻ എന്നീ 4 കോൺഗ്രസ് MLA മാർ, ഷൺമുഖദാസ്, 5 MLA മാർ ജയിച്ച് നിയമസഭയിലേക്ക് വന്ന ശേഷമാണ്. പണ്ടൊക്കെ MLA, MP കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരുന്നു. കാരണം അങ്ങനെ ആരും പോയില്ലായിരുന്നു. ഞങ്ങളൊക്കെ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ കാണാൻ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകണം. അദ്ദേഹത്തിന് പ്രസംഗം ഒന്നുമില്ല. ആ കാലമായി അമേരിക്കയിലെ പാർലമെന്റ് സാർ ബാലകൃഷ്ണപിള്ളയായിരുന്നു പാർലമെന്റ്. ഞങ്ങളൊക്കെ ചെന്നിത്തലയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് പ്രസംഗം കേൾക്കാൻ പോകണം, വോട്ട് പിടിക്കാൻ പറ്റുന്ന അവിടെയുള്ള പ്രസംഗം. ഇന്നൊരു വാർഡിൽ 2-3 സ്ഥലത്ത് നമ്മുടെ പാർലമെന്റ് മെമ്പർമാർ വരുന്നു. അപ്പൊ MLA മാരുടെയും MP മാരുടെയും പ്രവർത്തനത്തിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാക്കിയത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായി അവർ ജയിച്ചു വന്ന ശേഷം.